നമുക്കാർക്കും ബോറടിക്കാത്ത വിധമാണ് അവരവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്കാണെങ്കിലും ഇരിക്കാനുള്ള ഏരിയ ഉണ്ട്, പിന്നെ ആനിമൽസിൻ്റെ കുറച്ച് രൂപങ്ങളൊക്കെ അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. സൈഡിലൊക്കെ തന്നെയാണെങ്കിലും നടന്നു പോകുന്ന ഏരിയയിലും നമുക്ക് ഒരുപാട് റൈറ്റിങ്സ് ഒക്കെ കാണാൻ പറ്റും. ഫോൺ നിങ്ങൾ തല തിരിച്ച് പിടിച്ച് നോക്കൂ എന്ന് പറഞ്ഞ കുറച്ച് ഇമേജ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ കഴിഞ്ഞാണ് ഗ്ലോബ് കാണുന്നത്. ഇത് ഇന്ത്യ തപ്പി പോവാണ് ഗ്ലോബിൽ. അവസാനം ഇന്ത്യ കണ്ടുപിടിച്ചു. ഞാൻ ഓൾറെഡി നിങ്ങളുടെ അടുത്ത് പറഞ്ഞായിരുന്നു, നമ്മൾ നടന്നു പോകുന്ന വഴിയുടെ സൈഡിലെല്ലാം ഓരോ റൈറ്റിങ്സും നമ്മളെ ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിച്ചാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഇവിടെ ഒരു കുളമുണ്ട്, അതിന് ചുറ്റും ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു വാക്ക് വേ ഉണ്ട്, പിന്നെ ഒരു ട്രീ ഹൗസ് ഉണ്ട്, റീഡിങ് ഏരിയ ഉണ്ട്, പിന്നെ ഒരു വാട്ടർഫോളും കാണാം. നേച്ചർ ഫ്രണ്ട്ലി ആയതുകൊണ്ട് ആവാം, നിങ്ങൾക്കറിയാം നടന്നു പോകുന്ന വഴി നിങ്ങൾ നോക്കിയാൽ മതി, ഇൻ്റർലോക്കൊക്കെ വളരെ മിനിമമാണ്. കൂടുതലും നാച്ചുറൽ ആയിട്ടുള്ള കല്ലും മണ്ണും ഒക്കെയാണ് നമുക്ക് കാണുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ റീഡിംഗ് ലോഞ്ച് എന്ന് പറയുന്നത്. അവിടെ കുറേ ബുക്സൊക്കെ കാണാം, അലമാരിയിൽ കുറേ ബുക്സൊക്കെ ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ അവിടെ ഇരുന്ന് വായിക്കാം. നമ്മൾ ബുക്സ് ഒന്നും എടുത്തില്ല, നമ്മൾ നേരെ നടന്നു. പിന്നെ കണ്ടതൊരു വാട്ടർഫോളാണ്. വാട്ടർഫോൾ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ട്രീ ഹൗസിൻ്റെ സ്റ്റെപ്പ് ഉള്ളത്. നമ്മൾ സ്റ്റെപ്പൊക്കെ കയറി ട്രീ ഹൗസിൻ്റെ മുകളിലെത്തി. ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ട്രീ ഹൗസിൻ്റെ മുകളിൽ കയറുന്നത്. ഈ സ്റ്റെപ്പൊക്കെ ഇറ്റ് ഇസ് മേഡ് ഓഫ് ബാംബു. ഞാൻ അവിടെയും താഴെ നോക്കിയുള്ള സീൻ അടിപൊളിയാണ് കേട്ടോ. നമുക്ക് താഴത്തെ ഫുൾ ഏരിയ നമുക്ക് കാണാൻ പറ്റും, പച്ചപ്പും ഹരിതാപവും ഒക്കെ കാണാം. ഞങ്ങൾ ഇറങ്ങി, ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിലോട്ട് നടന്നു. നമ്മൾ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ കാണുന്ന ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷനൊക്കെ കാണിക്കുന്ന ഒരു ചെറിയൊരു ഏരിയ ആണ്. എന്തിനകത്ത് കയറിയൊന്നും എന്താണ് ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ഒന്നും അറിയത്തില്ലെങ്കിലും ഇത് ഭയങ്കര കാര്യമായിട്ടൊക്കെ പോയി നോക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ഈ കാണുന്ന ഒരു റോബോ ഡോഗാണ്. ഇതെല്ലാം കണ്ട് കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ഒരു ലോൺ ഏരിയയിലോട്ട് വരുന്നുണ്ട്. അവിടെ കുറച്ച് ബോർഡ്സ്, പ്ലക്കാർഡ്സ് ഒക്കെ അവർ ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സേ നോ ടു ആൽക്കഹോൾ, പിന്നെ ടൊബാക്കോയ്ക്ക് എതിരായിട്ടും ഒക്കെയുള്ള പോസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കിളികളെയും ഒക്കെ അവർ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മൾ തിരിച്ചിറങ്ങാറായി. നമ്മൾ 4:30 പോയതാണ്, ഒരു 7 മണിയൊക്കെ ആയി ഇപ്പോൾ. സോ ഗൈസ്, ഡു വിസിറ്റ് ദ പാർക്ക് ആൻഡ് എക്സ്പീരിയൻസ് ഇറ്റ്. താങ്ക് യു.